ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് സൈഡ് പോക്കറ്റ് എങ്ങനെയാന്ന് വെക്കാൻ നോക്കാം. ഞാനിതിപ്പോൾ സ്ലിറ്റുള്ള ടോപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞ ടോപ്പിലായാലും ഇനി സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പിലായാലും എങ്ങനെയായാലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ മാത്രമായിട്ടാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഈ ടോപ്പിന്റെ നെക്കും സ്ലീവും ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തു. സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും ഹിപ്പ് അതായത് സ്ലിറ്റ് വരുന്ന ആ ഒരു ഏരിയയും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഏതളവിനാണോ സൈഡ് ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഒരു സൈഡ് മാത്രം പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കയറി ഇറങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വേസ്റ്റ് റൗണ്ടിന്റെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ അതിന്റെ ഒരു ഇഞ്ച് മുകളിൽ വരെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അധികം റിസ്ക് ഉണ്ടാവില്ല. ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തതിന്റെ മുകളിലേക്ക് ഒരു ഇഞ്ച് ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 5.5 ഇഞ്ചാണ് പോക്കറ്റിന്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് ആ സൈഡ് ജോയിൻ ചെയ്യേണ്ട ആ ലൈനിൽ തന്നെ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിന്റെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് ലൈനാക്കി വരച്ചു കൊടുക്കാം. കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ തിരിച്ചിട്ടിരിക്കുന്നത്. പോക്കറ്റിന്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഈ ഒരു 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് പോക്കറ്റ് കൊടുക്കാനായിട്ട് 10 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുള്ള 2 പീസ് തുണി എടുക്കാം. 2 പീസല്ല, ഒറ്റ പീസായിട്ടാണെങ്കിലും ഫോൾഡിങ്ങിൽ ഈ ഒരു അളവ് വന്നാൽ മതി. ഇനി നമുക്ക് ഈ 2 പീസ് തുണിയും കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു പോക്കറ്റിന് ഓപ്പണിംഗ് കൊടുത്തിട്ടില്ലേ 5.5 ഇഞ്ച്, ആ കറക്റ്റ് അളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 3 മാർക്കിംഗ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ആദ്യത്തെ 1/2 ഇഞ്ചും പിന്നെ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും ഇല്ലേ അവിടുന്ന് ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ലൈനാക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കൈയുടെ ഷേപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് കൈയുടെ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈയുടെ താഴേക്ക് ഒരു 2-3 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ പോക്കറ്റിന് വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിന് ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇത് സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പോക്കറ്റിനൊക്കെ ഈ ഒരു ഷേപ്പാണ് നോർമലി കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് നമ്മൾ 1/2 ഇഞ്ച് അവിടെ വിട്ടിട്ടുണ്ട്. ആ 1/2 ഇഞ്ചിൽ നിന്ന് തൊട്ടിട്ടല്ല നമ്മൾ വരക്കേണ്ടത്, തുണിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ഒട്ടിട്ടാണ് വരച്ചിട്ടുള്ളത്. വരച്ച് ജോയിൻ ചെയ്ത് വന്നത് താഴെ 1/2 ഇഞ്ച് വിട്ട ആ ഒരു മാർക്കിങ്ങിലേക്കാണ്. അത് മറന്നു പോകാനേ പാടില്ല. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്കിങ് നമുക്ക് താഴത്തെ ആ ഒരു പീസിലേക്കും കൂടി സെയിം ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ടോപ്പിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വിട്ട 1/2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വശത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഈ ഒരു ടോപ്പിന്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ ഒരു പോക്കറ്റിന്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു വീതി കുറഞ്ഞ ഭാഗം മുകളിൽ വരും, വീതി കൂടിയ ഭാഗം താഴെ വരും. അത് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് കണക്കാക്കിയിട്ട് വെച്ചിട്ട് ആ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടുന്നത്. കറക്റ്റ് ആ ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുകളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ ഒന്നും പാടില്ല. സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും കെട്ടിട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ദാ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ വരുന്നില്ലേ, ആ ലൈനിന് നമുക്കൊരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം.
ആ കട്ടിടുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ചിനൊന്നും കൊള്ളാനേ പാടില്ല. ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പോക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് പോക്കറ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതേപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ക്ഷമിച്ചിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് യൂസ്ഫുൾ ആയി തോന്നിയത് കൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റ് ലാസ്റ്റ് ചെയ്താലും മതി. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ആ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയേ വേണ്ടൂ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പകുതി വരെ സൈഡ് ഞാൻ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു പീസിലേക്ക് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാനുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമ്മുടെ ആ ഒരു പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തിയിട്ട് നമ്മുടെ ആ ഒരു പോക്കറ്റിലേക്ക് പോക്കറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് പോക്കറ്റിൻ്റെ എൻഡിങ് എത്തുമ്പോൾ ഒരു കെട്ടിട്ട് നിർത്താം. എന്നിട്ട് അവിടുന്ന് നമ്മൾ താഴെ സ്ലിറ്റിലേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേണ്ടുന്നത്. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് വിചാരിച്ചാൽ അതുപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റിക്കും സ്ലിറ്റില്ലാത്ത എ ലൈൻ ടോപ്പിനും ഒക്കെ നമുക്ക് പോക്കറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Bye.